ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ടാണ്. നമ്മൾ കൊച്ചുകുട്ടികളുടെ +2 10ാം ക്ലാസ് പാസ്സാവുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് കുറേ വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി കളിക്കുക. ഏത് സ്കോളർഷിപ്പാണെന്ന് അറിയാം. വാജ്പേയി, APJ അബ്ദുൽ കലാം, ഇവ രണ്ടുപേരുടെയും പേരിൽ പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാ വർഷാവർഷവും ഇങ്ങനെ ആ ഒരു സംഭവം കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ അപേക്ഷാഫോം കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും താഴെ കോടതി വിധി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ മോടെ ആവശ്യത്തിന് വേണ്ടി ഇന്നലെ മുനിസിപ്പാലിറ്റി ചെന്നപ്പോൾ എനിക്കുണ്ടായ സംഭവം എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാം. അതിനെക്കുറിച്ച് കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. സംഭവം ഇല്ലെന്നാ പറയുന്നത്. ഇതില്ല, ഫേക്കാണ്. എത്ര ആൾക്കാരായിരിക്കും ഇതിന്റെ പേര് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അല്ലേ? ഇപ്പൊ നമ്മളെ അന്ന് വന്ന ആ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചാണ്, നിങ്ങൾ ഇതിനെതിരെ ഒരു അതന്നെ. ഇപ്പൊ വാജ്പേയിയുടേതും പിന്നെ അബ്ദുൽ കലാമിന്റെയും പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതിലാണ് 10ാം ക്ലാസ് ജയിച്ചവരും +2-ന് 86% കൂടുതൽ മാർക്ക് വാങ്ങിയവരും കിട്ടുമെന്നാ പറഞ്ഞത്. ഞാനതാ ചോദിച്ചത്. ഞാനിവിടെ തന്നെ വട്ടയാല താമസിക്കുന്നത്. ഇത് സംഭവം ഇല്ലല്ലോ. അന്നേരം ഫേക്ക് തന്നെ. അത് ഈ ഫേക്ക് ന്യൂസ് ഇട്ടിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ, അത് ഇത് ഈ വരുന്ന ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യണം. ഇങ്ങനെ അബ്ദുൽ കലാമിന്റെ പേരിലും വാജ്പേയിയുടെ പേരിലും ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഇല്ല. ഓക്കെ, ഇതാണ് അവസ്ഥ. അവിടെ അവർ പറയുന്നത് ഇങ്ങനൊരു സംഭവം ഇല്ല. പലയിടത്തുനിന്നും പലരും വന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കും. ദൂരത്തു നിന്നൊക്കെയാണ് വരുന്നത്, പഞ്ചായത്ത് ഏരിയയിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഈ പഞ്ചായത്ത് ഏരിയയിൽ നിന്നൊക്കെ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്ന് ഇപ്പോൾ ആലപ്പുഴ, ഞങ്ങൾ ആലപ്പുഴ താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പുന്നപ്ര, തോട്ടപ്പള്ളി, ഇതൊക്കെ പഞ്ചായത്ത് ഏരിയ. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റളവും മറ്റും കിടക്കുന്ന ആൾക്കാർ പലയിടത്തും വരുന്നുണ്ട്. അവരൊക്കെ അത്രയും ദുരിതം സഹിച്ച് മക്കളുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫോമ വാങ്ങാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർ പറയും ഇങ്ങനൊരു സംഭവമില്ല. അവർ കേട്ടാൽ തിരിച്ചു പോകും. ആരും റിയാക്ഷനൊന്നുമില്ല. നമുക്കും അറിയത്തില്ലായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ അവരുടെ വാക്കുകൾ നേരിട്ട് കേട്ടപ്പോൾ നമുക്ക് ബോധ്യമായി ഇത് വെറും തട്ടിപ്പാണ്. പക്ഷെ ഇതിനെതിരെ ആരും ഇതുവരെ അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞ് ആരും ലീഡ് ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആരും കാണാത്ത സംഭവമല്ല. ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതുള്ളതാണോ എന്ന് ആരും വെളിപ്പെടുത്തിയിട്ടുമില്ല. മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ജീവനക്കാർ പറയുന്ന അങ്ങനെ സംഭവമേ ഇല്ല, അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു ഫോം കൊടുക്കുന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് അതിൻ്റെ ഒരു അപ്ലോഡ് ചെയ്തിട്ടാലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ രീതിയിലാണ്. കുറച്ച് സൗണ്ടിൻ്റെയൊക്കെ ക്ലിയറൻസ് ഒക്കെ ഉണ്ടാകും. അതൊന്നും എന്നാലും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, അത് ഉള്ളതാണോ ഇല്ല എന്ന്. അതിൻ്റെ സാധാരണ വന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ട്, അതും കൂടെ അതിനകത്ത് ഇട്ടേക്കാം. വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടേക്കാം. അതും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ നിലവാരം എന്താണെന്ന് വിലയിരുത്തി അതിൻ്റെ എന്താണ് കള്ളത്തരങ്ങൾ, ഇതിപ്പോൾ ഇത് എവിടെ നിന്നാണ് വിടുന്നത്, ഇതെന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കുന്നത്, ഇതൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആരാണ് ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ വീണ്ടും വിട്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അതിൻ്റെ ഇതിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നിയമപാലനം. ഇപ്പോൾ എന്നോട് അവിടെ വന്ന ജീവനക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ സൗത്ത് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ്, നിങ്ങൾ ചെന്ന് അവിടെ കേസ് കൊടുക്കണം. നമ്മൾ ചെന്ന് കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് മുമ്പ് വന്നവരോട് പറഞ്ഞിട്ട് അവരും കേട്ടില്ല എന്ന് പറയുന്നത്? സാധാരണപ്പെട്ടവർ വിചാരിക്കുമ്പോൾ ഇതിനൊരു കേസ് കൊടുത്ത് പിന്നെ ഇതെന്താണ് ഏതാണ് അറിയാൻ പിന്നെ ഇതിന് നൂലാമാലയിൽ പെട്ട് കുടുങ്ങി പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കും. പക്ഷേ ഇത് വാട്സപ്പ് കാണാത്ത കളക്ടർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് അധികാരികളോ അല്ലെങ്കിൽ ഭരണകർത്താക്കളൊന്നും സോഷ്യൽ മീഡിയ കാണാത്തവരുമില്ല, അത് വർക്ക് ചെയ്യാത്തവരില്ല. അതിനകത്ത് എന്തൊക്കെ വന്നു പോകുന്നതൊക്കെ മിക്കതും അവർ നോട്ട് ചെയ്യുന്നുണ്ടോ. പക്ഷെ അവരുടെ കണ്ണിൽ പെട്ടില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ സംശയമായിരിക്കും. ഒരു വേണ്ടാന്നുള്ള രീതിയിൽ നിസ്സംഗതം ഒഴിവാക്കിയതാണെങ്കിൽ അതൊരു വലിയ തെറ്റും തന്നെയാണ്. അത് കണ്ടിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും അവരതിനുള്ള നടപടി സ്വീകരിക്കണം. പാവപ്പെട്ട ജനങ്ങളെ, രക്ഷിതാക്കളെ വെറുതെ ഇതിലേക്ക് വലിച്ചരിച്ച് അവരുടെ സമയവും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഒരു ദിവസം ജോലിയൊക്കെ കളഞ്ഞായിരിക്കും മക്കൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും അവർ വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി ഇതിങ്ങനെ സംഭവമില്ല,
പിന്നെ അവരുടെ മാനസികമായ സാധാരണ ഇതിനൊക്കെ പോകുന്ന ആരാ? പാവത്തുങ്ങളായിരിക്കും. എത്രയെങ്കിലും ഒരു സാമ്പത്തികമുള്ള ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകാൻ എനിക്ക് തോന്നുന്നില്ല, ചാൻസ് ഇല്ല. തീരെ പാവപ്പെട്ടവരായിരിക്കും പോവുക. ആരും നല്ലപോലെ പഠിക്കുന്ന മക്കളായിരിക്കും, അവർക്ക് 85% മേൽ മാർക്കൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും അവർക്ക് ഒരു 10-25 കിട്ടുമോ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷെ അവരവിടെ ചെന്നിട്ട് വലിയ ആഗ്രഹത്തോടെ പോയിട്ട് പിന്നെ തിരിച്ച് വെറും കൈയോടെ ആയിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു പുതിയ സംരംഭമാണ്. ജനങ്ങൾക്ക് ഉപകാരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടൻറ്റൊക്കെ നമുക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. അത് നിങ്ങളുടെ എല്ലാവിധ അകമഴിഞ്ഞ സപ്പോർട്ടും നമ്മൾ ഇതോട് ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തും വേണമെങ്കിലും അറിയിക്കാം. ഓക്കെ, നമസ്കാരം.